ലേഡീസ് ആൻഡ് ജെന്റിൽ മലയാളീസ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമുക്ക് കുറച്ചധികം മൂവീസ് റിയാക്ട് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുണ്ട്. മലയാളം ഫിലിംസ് കുറേ ഉണ്ട് ആക്ച്വലി. ഇതിന് ബാക്കിലോട്ടുള്ള വീഡിയോസ് നോക്കിയാൽ അതിൻ്റെ എല്ലാത്തിൻ്റെ റെക്കമെൻഡേഷൻ വീഡിയോയിൽ മൂവീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിൻഷാൻ റെക്കമെൻഡ് ചെയ്ത കോൾ കേസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും ചെയ്യും, കാരണം പൃഥ്വിരാജ് ഉള്ള ഫിലിമായിട്ട് ഭയങ്കര ഹൈ റേറ്റിംഗ്സ് ഒന്നും ഇല്ല. പൃഥ്വിരാജിൻ്റെ ഫിലിം ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇൻവെസ്റ്റഡ് ആണ്, ബിക്കോസ് ഐ എം എ രാജുവേട്ടൻ ഫാൻ ഓൾസോ. ഇതൊരു ഹൊറർ ഫിലിമാണ്. അപ്പം ഹൊറർ ഫിലിമിന് ജനറലി ഹിറ്റായ ഹൊറർ ഫിലിംസ് ഭയങ്കര കുറവാണ്, കയ്യിലെണ്ണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ബാഡ് റേറ്റിംഗ് അല്ല ഓണസ്റ്റ്ലി. നമുക്കത് കണ്ടു നോക്കാം. ആൻഡ് ഗോളം, ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആണ്. അപ്പോൾ കോർപ്പറേറ്റ് സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു ക്രൈമാണിതെന്ന് ഈ സ്റ്റോറി എന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. ഓഫീസിലൊക്കെ ഡിസ്കസ് ചെയ്തൊരു ഡിസ്കഷൻ വന്നൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് ഇത് കാണും. പുരുഷപ്രേതം കാണണം. OG വിസ്പറിൻ്റെ ഒരു യുണീക്ക് സ്റ്റോറി ലൈൻ വരുന്നൊരു മൂവി ആണ്. സോ അങ്ങനത്തെ കുറച്ച് മൂവീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ചുരുളി. ഇതിപ്പോൾ ചെയ്യാനുള്ള മെയിൻ റീസൺ, ഇതിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് മേളിൽ വരാനുള്ള റീസൺ ഇസ് ദാറ്റ് ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ 2 സിനിമകൾ എനിക്ക് റെക്കമെൻഡേഷൻ കിട്ടിയായിരുന്നു. അത് എനിക്കൊന്ന് 2 വിസ്പറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഈമായുവും ജല്ലിക്കെട്ടും. മലയാള സിനിമയിൽ ഇതുവരെയും കാണാത്ത ടൈപ്പ് 2 ലൈക്ക് ഒരു സിനിമാറ്റോഗ്രഫിയാണ് ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിനിമയിൽ എനിക്ക് കാണാൻ കിട്ടിയത്. ജല്ലിക്കെട്ട് ഓസ്കാർ നോമിനേഷന് പോയ സിനിമയാണ്. അത് ഓസ്കാർ കിട്ടിയാൽ കൂടി ഞാൻ സർപ്രൈസ് ആവില്ല, കാരണം അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു ജല്ലിക്കെട്ട്. ലൈക്ക് ആ ഹ്യൂമൻസിൻ്റെ ആ ഒരു റോ ഇമോഷൻസ് കാണിച്ചിട്ട് സഡിലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇറ്റ്സ് സേസ് എ ഹോൾ സ്റ്റോറി. ചെറിയ ചെറിയ മൈക്രോ എക്സ്പ്രഷൻസ് വഴിയൊക്കെ പറയുന്നതെന്നാൽ അതിനെപ്പറ്റി പറയാനുണ്ടാവുള്ളൂ. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ചെമ്പൻ വിനോദും ജോജു ജോർജും ഒക്കെ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ അവർക്കൊരു പ്രത്യേക സ്കില്ലാണ്. ജാഫർ ഇടുക്കി, വിനയ് ഫോർട്ട്, 80% ഓഫ് ഗൂഗിൾ യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം. പിന്നെ ഇവർ ഇങ്ങനത്തെ ആക്ടേഴ്സും ലിജോ ജോസ് പള്ളിശ്ശേരിയും ഓൾസോ ഇതിൻ്റെ സ്റ്റോറി. 2 undercover police officers in search of a mysterious man Joy get trapped in a mystical forest where nothing is what it seems to be. നമ്മുടെ സംഭവം അധ്യായം 1 ഇതെന്തോ ലൂപ്പാണെന്നൊക്കെ, ലൂപ്പ് റിലേറ്റഡ് എന്തോ ടൈം ലൂപ്പോ മറ്റോ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ റീസെൻ്റ്ലി സംഭവം അധ്യായം 1 കണ്ടു. അപ്പോൾ അതിൻ്റെ സ്റ്റോറി കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആണ് ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നത് ബേസിക്കലി. സോ അത് ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, സ്റ്റോറി ലൈൻ ഓവർലാപ്പ് മറ്റോ ഉണ്ടോ എന്ന് കൂടി അറിയണം. സോ അതുകൊണ്ട് ദിസ് ഇസ് ഡെഫിനറ്റ്ലി വാസ് ഇൻ മൈ പ്രയോറിറ്റി ലിസ്റ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് റൈറ്റ് നൗ വിത്തൗട്ട് ഫർദർ ഡു. നമുക്ക് തുടങ്ങാം. ചുരുളി ഫസ്റ്റ് ഫ്രെയിം തന്നെ നൈസാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കാട്ടിൽ കൂടെ ഒരു കൊട്ടയും തലേ വെച്ച തിരുമേനിയുടെ പോക്ക്. മാടനെ കിട്ടിയ കൊട്ടയെ ചോന്നുകൊണ്ട് പോകാമല്ലോ. വഴിയറിയാൻ മേല. പക്ഷെ മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ചെടികളും തിരുമേനിയെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിറുക്കി. അവർക്ക് തിരുമേനി എടുത്ത് കൊട്ടയിലിട്ടു. തിരിച്ചു ചെല്ലുമ്പോ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ. കുറേ ദൂരം ചെന്നപ്പോ തിരുമേനി പയ്യെ പോയി. അപ്പൊ ഈനാമ്പേച്ചി പറഞ്ഞു, തിരുമേനി ഈ വഴി പോന്നു. ഇതിനാണ് ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയും. ഈനാമ്പേച്ചി പറയുന്നത് കേട്ടോണ്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ? അപ്പൊ ഈനാമ്പേച്ചി പറയാ, തിരുമേനി ആ വഴി പോന്നു. ഇപ്പോഴും കണ്ട വഴിയെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇൻട്രസ്റ്റിംഗ്. തലയിലിരിക്കുന്നത് മാടനാന്ന് തിരുമേനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഓൾറെഡി ഇൻവെസ്റ്റഡ്. അടിപൊളി ഡ്രോൺ ഷോട്ട്. എനിക്ക് പണ്ട് തൊട്ടുള്ളൊരു ഡൗട്ടാണ്, മാടൻ ശരിക്കും ഒരു വില്ലൻ ക്യാരക്ടർ അല്ലേ? മാടൻ, മറുത, യക്ഷി. പക്ഷെ എന്തിനാണ് പിന്നെ നമ്മൾ അമ്പലത്തിൽ ലൈക്ക് ഇതിൻ്റെയൊക്കെ പ്രതിഷ്ഠയുള്ളത്? ഐ നെവർ അണ്ടർസ്റ്റുഡ് ദാറ്റ്. എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടോ? ഈ സീനൊക്കെ കാണുമ്പോൾ എനിക്ക് സംഭവം അധ്യായം 1 ഓർമ്മ വരുന്നത്. കാരണം അതിപ്പോൾ കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. സോ എവറിത്തിങ് റിമൈൻഡ്സ് മീ ഓഫ് ദാറ്റ്. ഇന്ന് മുതൽ എൻ്റെ പേരെന്താ? ആന്റണി. നിന്റെ പേരോ? സജീവൻ. സജീവൻ അല്ലടാ, ഷാജീവൻ. ആ പേരിനാണ് ഒരു ഗുണം. ഇന്ന് മുതൽ ഞാൻ ASIയും പിന്നെ നീ PC ഒന്നും അല്ല, ചുമ്മാ കൂലിപ്പണിക്കാര്. എന്ന് പറഞ്ഞ അവനെ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം എൻ്റെ മെക്കഡോട്ടൊന്നും കയറാൻ നിൽക്കരുത് കേട്ടോ. കാണും. എടാ, ക്രൈം സ്ക്വാഡിൽ ഒരു പോലീസുകാരൻ പറഞ്ഞ ഞാൻ. അതുപോലെ ഒരു പോലീസുകാരൻ്റെ യഥാർത്ഥ ജോലി എന്താ? പോലീസുകാരൻ്റെ ഡ്യൂട്ടി. ഈ കള്ളന്മാരും ക്രിമിനലിലേക്ക് പിടിച്ചു കൊടുക്കുന്ന ആരാ? നമ്മളെ പോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നവന്മാരാ. എന്നാ ഒരു പ്രത്യേകത? ഒന്നുമില്ല.
മറ്റുള്ളവരുടെ കൂടെ കൂടിയ നീ അവരിൽ ഒരുത്ത മാത്രമാ, മനസ്സിലായോ? അല്ലാതെ ഈ ഒറ്റ പ്രാവശ്യം കണ്ട ഭയങ്കര ലുക്കുള്ള ചില പോലീസുകാരല്ലേ, നമ്മുടെ ചെട്ടിയാരെ പോലെ, അവനെ ഒന്നും ഈ പണിക്ക് കൊള്ളുകാര്. ലുക്കില്ലാത്തതുകൊണ്ടൊന്നും അല്ലട്ടോ നിന്നെ സ്കോഡിലെടുത്തത്. DYSP സാറ് പറഞ്ഞായിരുന്നു, കഴിവ് വേണം, പിന്നെ നിയമത്തോട് നല്ല ബഹുമാനം. സാറേ ഞാൻ ബസ് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടിക്കറ്റ് എടുക്കും. ഈ രഹസ്യ പോലീസുകാരെന്ന് പറഞ്ഞാൽ മീൻ ചന്തയിൽ കില്ലപ്പെട്ടി പോലെ ഇരിക്കും. നമ്മൾ അവിടെ ഉണ്ടെന്ന് ആർക്കും തോന്നാനും പാടില്ല, എന്നാൽ നമ്മളെല്ലാം കാണും വേണം. ആ എന്തിനാ അടക്കണേ? മഴയൊന്നും ഇല്ലല്ലോ, ആണോ? വെയിലില്ലല്ലോ, ഏ? ലൈറ്റ് അടിക്കാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല. ഞാൻ ബസ്സിലാണ് ഇറങ്ങിയിട്ട്. ബസ് നിർത്തിയോ? സ്റ്റോപ്പാണല്ലേ? സാധനം പൊങ്ങിയാലത്തൻ പെണ്ണുമ്പിളെ കുറ്റം പറയുന്ന പോലെ. ആ ബത്തേരി സ്റ്റേഷനിൽ നിന്ന് എന്നെ റിലീവ് ചെയ്യത്തില്ലായിരുന്നു. ആണോ? യൂണിഫോം ഇട്ടുകൊണ്ട് നീ ഇത്രമാത്രം കേസ് കളിച്ച, ഈ വേഷം മാറി നീ എത്രത്തോളം കേസ് കളിക്കുന്ന SP സാറ് ചോദിച്ചു. ഓ ആ എന്നാ ആംബിയൻസ് അല്ലേ ഈ സ്ഥലത്തിനൊക്കെ? പതുക്കെ മതി, ഇവിടെയൊക്കെ പോണം. ആവശ്യം പോലെ സമയം എടുത്തോളം DYSP സാറ് പറഞ്ഞിട്ടുണ്ട്. സാറാണ്. ഡാ, നീ പേടിക്കണ്ട, അല്ലെങ്കിലും കൊള്ളാവുന്ന പോലീസുകാർക്ക് ഇതിനൊന്നും ഒരു മുട്ടുണ്ടാവുകയല്ല. ആ എന്താ മാടനാണോ? മാടൻ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇല്ല, ചുരുളിക്ക് പോകാനായിട്ട് കട്ട്സ് ഒന്നുമില്ല. ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, സ്റ്റൈൽ വേണ്ട, പഞ്ചാരയുടെ അസുഖമുണ്ട്. അത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരു എക്സ്റ്റെൻഡ് വരെ അത് നല്ലതാണ്. കാരണം ഈ ടൈപ്പ് സ്റ്റോറിക്ക് അത് വർക്ക് ആവുന്നുണ്ട്. വണ്ടിയെ കയറ്റി കൊണ്ടുപോയത് എവിടെ വരെയാ കൊണ്ടുപോയത്? നരകത്തിലെ പട്ടീന്ന് പോലത്തെ ഒരുത്തിനെ പൊക്കാനാണ് നമ്മൾ പോകുന്നത്. നിന്റെ വായന മണ്ടത്തരൊന്നും വീണാക്കരുത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അവന് മണം കിട്ടിക്കാണും. ആരെയും കാണുന്നില്ലല്ലോ. ചായുവോ? ആ നരകത്തിലോട്ട് ട്രിപ്പ് അടിക്കുന്ന ജീപ്പാന്ന് തോന്നുന്നേ. ഇന്റർവ്യൂ കേട്ടതിന് ശേഷം എനിക്കിപ്പോ എല്ലാരും സംശയം, ഇയാളാണോ മാടൻ? ഇതേലാണോ ചുരുളിലോട്ട് പോകുന്നേ? 5-6 പേര് കൂടി വരാന്ന് പറഞ്ഞു. അപ്പൊ പോയേക്കാം. അവിടെ ആരെ കാണാനേട്ടാ? അല്ല, റബ്ബർ കുഴിയുടെ പണിക്കാ അവിടെ. എന്നാ അതാ ഷാജി. അയ്യോ, തങ്കഞ്ചേട്ടൻ നാട്ടിൽ പോയി കാണല്ലോ. നിങ്ങൾ എവിടെന്നാ? ആളിവിടെ ഇല്ലേ? ആള് സ്ഥലത്തില്ല. ഞങ്ങള് കുറ്റാടി കൂരാച്ചുണ്ടിന്നാ. ഇനിയിപ്പം എന്നായും ഷാജിവാ. ഇത്രയും ദൂരം മെനക്കെട്ട് വന്നല്ലേ. പുള്ളിക്കാരൻ 3-4 ദിവസം വരുമായിരിക്കും. അവനത് പരിചയത്തിലല്ല. അതെ. പാവങ്ങളാണ്. ഇങ്ങനെ പിടിച്ചാലും ചാടിക്കളയെന്ന് എല്ലാരും പറയുന്നത്. ബഷീർ സാറ് ഒരു തവണ പൊക്കിയതാ, എന്നിട്ട് ചാടിക്കള. അതൊക്കെ വെറുതെ ആണ്. പക്ഷെ അവനെ തിരിച്ചറിയാനൊരു മാർഗമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ്. എന്നെ ഷാജിവ ഇതൊക്കെയാണ് ശരിക്കുള്ള ഓഫർ. ഇവൻ അറിയാണല്ലോടാ. ജീപ്പിന്റെ ഫ്രണ്ടിലെ ക്യാമറ വെച്ചേക്കണം, ഫുള്ള് ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് അതേപോലെ തന്നെ അവിടെ എടുത്തിട്ടുണ്ട്. എന്ത് കറങ്ങി തിരിഞ്ഞ അവിടെ എത്തൂലേ? ഇത് ചിരിച്ചോണ്ടല്ല വണ്ടി ഓടിക്കണേ, ആ ചിരി ഇതുവരെ പോയിട്ടില്ലല്ലോ. അടിപൊളി. പെട്ട് തള്ളി കയറ്റണോ? എത്തിയില്ലേ വിചാരിച്ചു. ചെവി തലമുടികാറ് കേട്ടിട്ട് നീ അക്കരെ കിടത്തൂലടാ. നിന്നെ ആരും കുത്തിക്കൊണ്ട് പോകത്തെ. ഈ ആരുടെ നമ്മക്ക് ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് ചാടിക്കറത്. അമ്മയിരെ അവന്മാരുടെ മുമ്പത് ഇയാൾക്ക് എന്ത് പറ്റി? കട പോലത്തെ സാമാൻ തോക്കിട്ട് മുട്ടാൻ വരുന്നു. നീ ഇങ്ങനെ ഇരിക്കണം അങ്ങോട്ട്. വേറെ ഷാജി
ഇവരുടെ ക്യാരക്ടറൊക്കെ ഇത്ര പെട്ടെന്ന് ചേഞ്ചായി. This is creepy, man. So fishy. ഇരുമ്പക്കിട്ടല്ലടാ നിന്റെ നക്കാനെന്തെങ്കിലും എടുത്തു വെക്കണം മയിരേ. നക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടത്തൊക്കെ ഉടുമ്പ് ചകച്ചൊണക്ക് കൊണ്ട് പോറാമയിലാന്നോ കല്ല് പഴുത്ത ശകല മോളിയാർത്തുണ്ടാവും. കള്ളയത്തേലായിട്ട് തെങ്ങോലായിട്ട് അപ്പം വരണോ നാറി. ഇത് എവിടെ നിന്നിട്ടാണ് പൂറന്മാരെ അവർക്ക് ഞാൻ ചെല്ലിന് കൊടുക്കേണ്ടി വരും. അല്ല കഴിഞ്ഞ പോലെ ഒരുത്തിനോട് വന്നാ പോകാൻ നേരത്തെ കുണ്ടി അടിച്ചു വിളിച്ചിട്ടാ കുറച്ച് ഇറച്ചി തരാം. എന്റെ ചെവി കപ്പ തരാൻ പറ്റുമോ? ഈ സൗണ്ട് എഫക്ട്സില് ഇയാള് ലിജോ ജോസ് പള്ളിശ്ശേരി മറ്റേ ജല്ലിക്കെട്ടിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബ്രീത്തിങ് ആണല്ലോ അവർ കാണിക്കുന്നത്. ഒരു ലാർജ് എമൗണ്ട് ഓഫ് ടൈം വരെ ഫസ്റ്റ് ഒരു 3-4 മിനിറ്റ്. ഇവിടെ ഇത് മാത്രമേ ഉള്ളോ? ഇവിടെ ഒരു ഗ്രാമം പോലെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പെട്ടെന്ന് റെസ്പെക്റ്റ് ആയല്ലോ. ഇതാണോ മാട്? എന്തായാലും മിണ്ടായിരിക്കണം. സാറേ നമ്മൾ വന്നാരും DVSP സാറിനെ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഇവിടെ തന്നെയാണോ താമസം? ഞാൻ ഹോൾ വില്ലേജ് വരെ പ്രതീക്ഷ. ഒരു ഷോപ്പ് മാത്രമല്ലേ കാണിച്ചുള്ളൂ. അതിൻ്റെ ഷോപ്പും അതിൻ്റെ ഔട്ട്സ്കേർട്സും. ഓ what the hell? മറ്റേ പത്രത്തിൽ അയാൾ പറഞ്ഞ ഏലിയൻസിന്റെ കാര്യം എന്തോ അല്ലേ? ഒരു പത്ര വാർത്ത ഇടാ. ഷിറ്റ്, ഇത് ഏലിയൻസ് ഉണ്ടോ? പെര പോലെ ഉള്ളു. നല്ല അടിച്ച് വൃത്തിയാക്കിയാൽ അടുക്കി പറക്കി വെച്ചത്. നീക്കെ എവിടെ ചെന്നാലും ജീവിക്കണവർക്കാ. 11 മണിയായിട്ട് വീണ്ടും നിങ്ങളെ nice ആയോ കാണാൻ ഇത്? ഞങ്ങള് വിചാരിച്ചു ഇതിന് മുമ്പ് വന്നമാര് ഇതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നത്. പെണ്ണുങ്ങള് ചെയ്യുന്ന എല്ലാ പണിയുമാര് ചെയ്യോടാ. കൂട്ടാനെന്താടാ? കൊള്ളാലോടാ. പക്ഷെ ഇത്രയും നന്നായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. മോളോട് നീ പാതിരാത്രി കാട്ടിൽ ചെന്ന് നിന്നാ മതി. അവിടെ എന്റെ അപ്പനും അമ്മാമ്മയും കൂടെ കൂടി പന്നീനെ കശാപ്പിയുണ്ട്. പ്രദേശത്തെ മൊത്തം എത്ര വീട്ടുകാരുണ്ടാവും? സെൻസസ് എടുക്കാൻ വന്നോ? ഇവിടെ ഒരു ചോദ്യം. ഇവര് തപ്പിയെന്ന ആളാണോ ജോർജ്? മോന്തിട്ട് രാത്രി മുഴുവൻ കാട്ടിക്കൂടെ നടക്കുമല്ലായിരുന്നോടി. കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ. ടിവിയോ മരം ഉണ്ടായിരുന്നോ? ചെറിയ മണം കിട്ടിയാൽ മതി. അവനെ പിന്നുള്ള നാഗാലാൻഡിൽ പോയി നോക്കേണ്ടി വരും. അപ്പം മതിയാണ്. എനിക്കെന്ത് ഇവിടുകൊണ്ട് കുറെ നാളായ പോലെ തോന്നണം. നീ വല്ല പൈസ കൊടുത്താണോ പോലീസിക്കരുത്? ഒരുമാതിരി ഇട്ടുമ്പോൾ വീട്ടിൽ കയറുന്ന മണം ഉണാഞ്ചന്മാരെ പോലെ. ഞാൻ ചുമ്മാ വർത്താനം പറഞ്ഞോണ്ട് എപ്പോ നോക്കിയാലും ഒരു മാതിരി. മനവിടെ ഈ മനസ്സിൽ അമ്മയുടെ പേരെടുക്കാൻ പോടാ നാറി. പട്ടികളെ ഇവിടെ പരിചയം വെച്ചുള്ള ഗീച്ചാ ഗീച്ചിന്ന്.
ചേട്ടന്റെ ഒരു ഫിലിപ്പ് എന്നല്ലേ, പിന്നെ പുള്ളി എന്താണ് നമുക്ക് അറിയാന്ന് വിളിച്ചത്? ഇന്നലെ ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു. ഏ ഉറക്കം കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഓരോർക്കം കഴിഞ്ഞു ഇറങ്ങും ആനിറങ്ങിയാൽ ഭയങ്കര പ്രശ്നമില്ല കേട്ടാ. പേടിക്കാനൊന്നുമില്ലേ. 2 പ്രാവശ്യം എന്റെ വീട് തള്ളി കളഞ്ഞു. ശ്ശോ. അവര് വന്ന് ഉന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേറെ ഒരെണ്ണം കിട്ടും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അറിഞ്ഞൂടാട്ടാ, ഞാൻ ഒച്ചയായിട്ട് പുറത്തേക്ക് വന്നപ്പോ തീ പോലെ ഒരു സാധനം പോയി. ഈ സയറിന് അടിക്കുമ്പോൾ ഈ ചിഹ്നം വിളിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ ഉണ്ടാവും. അതിനൊന്നറിയോ, വടക്കേമലയിലെ തീച്ചാമുണ്ടി തെക്കേമലയിലേക്ക് പോകുന്ന അവിടെ ഒരു സായിപ്പിന്റെ പഴയ പള്ളിയുണ്ട്, മാതാവിന്റെയാ. ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. ശ്രദ്ധിക്കണ ആറി ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇത്ര അകലത്തില് ഇതെന്നാ പറയുന്നത്? ആന പോകുന്ന വട്ടം കടന്നു പോകും. നമുക്കിനി കുറച്ചുകൂടെ അകത്തേക്ക് കയറി പോകാനുണ്ട്. ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിനിമയ്ക്ക് പ്രിപ്പയർ ആവാൻ പറ്റൂല, എല്ലാം അൺഎക്സ്പെക്റ്റഡാ. ഇതിനകത്തേക്ക് വിട്ടാലേ കാട്ടുമാക്കാനെ പോലെ നാറിയെന്ന് അയാളുടെ പറമ്പിലെ കപ്പ തന്നെയായിട്ട് എരി പോലും കയറിയല്ല. അവിടെ വേറെ ആരുമില്ലേ? 2 ഭാര്യമാരെ ചവിട്ടിക്കൊന്നല്ലേ. ഓ മൈ ഗോഡ്, മകളുടെ ഊക്കം ഞരക്കാം. കെട്ടുപ്രായം കഴിഞ്ഞു. നല്ലതാ. 2 ഭാര്യമാരെ ചവിട്ടിക്കൊന്നു. അല്ല ഷാപ്പിൽ വന്ന് ആരോടും മിണ്ടൂലല്ലേ? നല്ല മനുഷ്യൻ. അയാളോട് മിണ്ടാൻ കൊള്ളിയല്ല. 2 വർഷം മുമ്പോട്ട് വാസുച്ചേട്ടുണ്ടായിരുന്നു. ബിസിനസ് പേര് വേറെ. നിങ്ങൾ വല്ല കൂട്ടുകാരോസം കഴിഞ്ഞു വന്നാണോ? പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു പോലീസും വരികയില്ല. അങ്ങനെ ഒരു പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരം വണ്ണം പോവില്ല. ചില വിഷമിക്കും. തീറ്റയും കുടിയില്ലാതെ ഒരു പണിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആ തങ്ങന്റെ വീട് വരെ പോയി നോക്കിയാലെന്നാ? അവന്റെ പെണ്ണുപിള്ളി അവിടെ കാണും. എഴുന്നേറ്റ് പോടാ. ഒരു പണി പറഞ്ഞുറപ്പിക്കാന്നുള്ളത് അതാണങ്ങളായിട്ട് വേണം. ശരിയാനേട്ടാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഒരു കുഴിക്ക് എത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണി അങ്ങോട്ട് തുടങ്ങാൻ സമയം. ഞാൻ എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ഷാപ്പുകാരന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? ഓ നോ, പോയിട്ട് എന്തേലും പണിയാവോ? ഡോണ്ട് സ്റ്റെയർ മാൻ, ഇറ്റ്സ് റൂഡ്. നടന്നു പോ. അമ്മാമേ, നീ ഏതാ? നിന്നെ ഇവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് ഊർത്തുന്നാ കോടാലി എടുത്തിട്ടുണ്ടാണല്ലോ വരുന്നത്. ചോദിച്ചേ, എന്നിട്ട് കുത്തി കഴിഞ്ഞോ? ആ വരവിന് എന്ത് കുഴപ്പമുണ്ടല്ലോ? അതിന് തങ്കഞ്ചേട്ടൻ അവിടെ ഇല്ലല്ലോ. ഒന്ന് മാറി നിൽക്കാ, അത് വരവിനിക്ക്. ഇരുട്ടിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബ്രോ കീപ് ഡിസ്റ്റൻസ്, കീപ് ഡിസ്റ്റൻസ്. നീ കുഴി കുത്തുവല്ലേ? ചിന്തത് ഓടോടോടെ ഇടിക്ക്. ബ്രോയ്ക്ക് അമ്മച്ചിക്കാൾ സ്പീഡ് ഉണ്ടാവില്ലേ? ഇപ്പോഴും അമ്മച്ചി ഫോളോയിങ് ആണോ? തിരിഞ്ഞു നോക്ക്. പോയാ അമ്മച്ചി ബാക്കിലുണ്ടായിനി. തിരിഞ്ഞു നോക്ക്. ഇനി അമ്മച്ചി ആയിരുന്നില്ലേ, ഇത് മാടനായിരുന്നോ? ഇവിടെ നീയാണോ ചെയ്ത് ഞാനാണോ? എന്റെ സബോർഡിനേറ്റ് നിങ്ങൾ തള്ളിയേക്കുന്നത് മനസ്സിലായോ? ചേട്ടൻ സാറെന്ന് വിളിക്കണം. ഇനി ആരിലൊക്കെ നീ സാറെന്ന് വിളിച്ചായി മനസ്സിലായോ? മറ്റുള്ളവരൊക്കെ ഇപ്പൊ മാറിപ്പോണ്ട് അങ്ങനെ വിളിച്ച ചവിട്ടിന്റെ അടി ഓടിക്കും. അടിയടാ. എന്നിട്ട് പറ, നീ ഇറങ്ങാൻ പോയിട്ട് നിനക്ക് എന്നാ വരെ കിട്ടിയേ? സാറേ, ഇവിടെ ഉള്ളവന്മാർക്ക് കള്ളപ്പേരുകളാണ്. ആരും ആവാമല്ലോ. പിന്നെ നീ എന്നെ വിചാരിച്ചേ 1ാം ക്ലാസ്സിൽ പേര് വിളിച്ച അറ്റൻഡൻസ് എടുക്കുന്ന പോലെ പ്രതികളെ പൊക്കാവുന്നതാണോ? ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്താ പേര്? ഒരു ബറ്റാലിയൻ പോലീസ് തോക്കുമായി വന്നിട്ട് അവിടെ പറഞ്ഞാൽ മതി. ഒരു ലോഡ് പിടികിട്ടാ പുള്ളികളെ പിടിച്ചു ആവും. അല്ല സാറേ? മോനെ ഷാജീവ, ഞാനീ പണി തുടങ്ങിയിട്ട് അതിൽ തന്നെ 6 വർഷമായിട്ട് ക്രൈം സ്ക്വാഡിലാ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കണം. ക്രിമിനലുകളുമായിട്ട് ഈ ക്രിമിനൽസിനെ പറ്റി നമുക്ക് വിവരം തരുന്ന ആരാ? ഇതേ ക്രിമിനൽസ് തന്നെ. ചുരുക്കി പറഞ്ഞ അവര് നമ്മുടെ കന്യാ മോനെ ഷാജി. നമുക്ക് ആവശ്യമുള്ള നാറികളെ നമ്മൾ പിടിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ കാണുന്നേ ഇല്ല. ഇപ്പോ ഇവിടുത്തെ ഈ മാനേര് തായോളിയില്ലേ, അവൻ പണ്ട് പേരാമ്പലം കമ്പനി പൊട്ടി മുങ്ങിയതാ. എനിക്ക് അവനെ കുറിപ്പിനെ കിട്ടിയാലും പിടിക്കണ്ടേ? നീ കുറച്ച് അച്ചാറെടുത്തേ. കുറിപ്പ് ഇപ്പം എന്റെ മുമ്പിൽ വന്ന് നിന്നാ ഞാൻ പറയും, എന്റെ പൊന്നു കുറിപ്പേട്ടാ നിങ്ങൾ മുങ്ങിക്കോ. നിങ്ങളാണെങ്കിലോ ഒരു 200 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കണ്ടു ഇവിടെ കണ്ടു നീ മൈരന്മാര് പറഞ്ഞുകൊണ്ടാണ്.
എല്ലാ രണ്ടാളും സുകുമാരക്കുറിപ്പിന്റെയും ശോഭരാജിന്റെയും കാര്യമൊക്കെ പറയും. എന്നെ വല്ല തട്ടാനുള്ള പരിപാടിയാണോ? നാളെ മറ്റന്നാൾ ഷാപ്പില്ല. എന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയാണ്. രണ്ടുപേർക്കും പള്ളിയൊക്കെ ഉണ്ടോ അവിടെ? ദേശമായിട്ട് ഞണ്ണാം. ഞാനങ്ങ് മാറിയേക്കാം. സംതിങ് ഇസ് സോ റോങ് കയറും. ഉള്ള ജീവനും കൊണ്ട് വെച്ചിട്ട് ഓടി. ഇവിടെ എന്താ? ഓ ശേ, എടാ ഷാജീവാ, പ്രാഥമിക കൃത്യങ്ങൾ. അതുപോലെ നമ്മളാരും കാണുന്നില്ലെന്ന് അഭിനയിച്ചേക്കണം, അത്രേ ഉള്ളൂ. അതാണ് സാറേ ഞാൻ ആലോചിക്കുന്നത്. എവിടെ പള്ളി? പള്ളി പോയിട്ടൊരു കുരിശടി കൂടി ഞാൻ കണ്ടില്ല. ഷാപ്പല്ലാതെ ഒന്നും ഞാൻ കണ്ടില്ല. ആ നീ ഒന്ന് അടങ്ങ. എത്ര പേര് പിടിച്ചിട്ട് അനങ്ങാത്ത കേസാ. എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക, ഒരു വഴി തെളിയും. ഈ ആദ്യ കുർബാന അതിനുള്ളതാടാ. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. ആൾക്കാർ വരും. ഓ എന്റെ പൊന്നടാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിരിക്കാൻ അത് ഒന്നും വൃത്തിയാക്കാൻ കൂടും. നാളെ ഇവിടെ ആൾക്കാർ പറഞ്ഞാലേ വൃത്തിയാക്കാൻ കൂടാന്ന്. നീ ഇറച്ചിയുടെ ഈ വാളിന്റെ ക്ലാവ് മണമൊക്കെ ഒന്ന് പോട്ടെ. കൊച്ചിന്റെ ആദ്യ കുർബാനയുടെ പുള്ളിക്കാരൻ്റെ സൗണ്ട് ജാഫർ അടിക്ക് ഞങ്ങൾ ചെയ്തോളെ. മറ്റന്നാളെ ഒരു ഷാപ്പുള്ളൂ. സോ ഡീപ്. ചേട്ടൻ പള്ളിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. ഇത് ഞങ്ങൾ ചെയ്തോളാം. ഇത് അൾത്താര, ഇത് ബലിപീഠം. ഇവിടെ ആൾക്കാർക്ക് ഇങ്ങനെ എണീറ്റിരിക്കോ മുട്ട കുത്തിയിരിക്കോ എന്ത് വേണേ ചെയ്യാം. ഇവിടെ വെച്ചാണോ കുർബാന? ഷോപ്പിലോ? നീ വാ. ഇതെന്നാന്നറിയോ? എല്ലാത്തിനുള്ള മുറി. നിങ്ങളെ കണ്ട മരുന്നുണ്ടോ? ആ മരുന്നൊരു പഴുത വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അതാ നമ്മുടെ കലവറ. നീ ഉണർവുണ്ടല്ലോ. 10-70 ആളുകളുണ്ടല്ലോ. അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഇരിക്കും. എല്ലാവരും വരും. അപ്പം ഇവർ തപ്പുന്ന ആളും വരുമായിരിക്കില്ലേ? ഇതില് ആർക്കാ കുഞ്ഞാടെ പിണക്കം? നീ അവിടെ പോയി മര്യാദയ്ക്ക് പണിയെടുക്കുക. കൂടുതൽ കുണയ്ക്കാൻ നിൽക്കില്ലേ? ഷാപ്പ് സെറ്റപ്പ് ആയല്ലോ. ഒരു ഷാപ്പ് പള്ളിയാക്കി. പള്ളി പോയിട്ട് വേറൊരു കോൺസ്ട്രക്റ്റിങ് കണ്ടില്ല. ഒരു വലിയ വലുതായിട്ടുള്ള ഒരു ഷാപ്പിൻ്റെ അത്ര വലുതായിട്ടുള്ള ഒരു ബിൽഡിങ് പോലും ഇല്ലല്ലോ. സംതിങ് സോ ഫിഷി. സ്ഥിരീകരിക്കുമാറാകട്ടെ. വത്സല മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകട്ടെ. ഈശോമിശിഹായുടെ ശരീരമാകട്ടെ. ഈശോമിശിഹായുടെ ശരീരമാകട്ടെ. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഏലിയൻസ് ആയിരുന്നു. പക്ഷെ എല്ലാവരും ഇതൊക്കെ കാണുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലോ. ഇരുന്നല്ലോ. അല്ല, ഞങ്ങൾ റബ്ബറിന് ഉഴുത്താൻ വേണ്ടി വന്നു. പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം എന്ത് കുഴപ്പമില്ല. പിന്നെ എല്ലാം കൊള്ളാം. ഞങ്ങളെല്ലാവരുടെ പേർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാ. ഇപ്പൊ എല്ലാരും സ്റ്റാൻഡേർഡ് ആയല്ലോ. ഇതല്ലേ മറ്റേ അമ്മച്ചിയാണ് വെട്ടാൻ ഓടിച്ചേ. കണ്ണടച്ച് കാണിക്കുന്നു. സൈക്കോ അമ്മച്ചി. എവിടാ? ആ കുടി വെട്ടാനുള്ള ഈ കല്ല്, ഇവിടെ ഉണ്ടെന്നുള്ളത് കല്ലുള്ള സിമ്പിൾസ്, മറ്റേ ഏലിയൻ സിമ്പിൾസ് ഒക്കെ ഇല്ലേ? ചുരുളി, സ്പൈറൽ, കൊണച്ച പേരല്ലാതെ വേറെ ഏലിയൻ ലാംഗ്വേജ് മറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും തന്നെ ഉച്ചരിക്കുമല്ലോ സാറേ, അല്ലേ? എടാ ഈ വിളിച്ചു പറഞ്ഞവൻ എവിടെയെങ്കിലും മാറി നമ്മുടെ എലിയും പൂച്ചയും കളയും കണ്ട് രസിക്കായിരിക്കും. എടാ, എലിയും പൂച്ച അവന്റെ അപ്പന്റെ അണ്ടിമാര്. ഇവിടെ ചോറിന് ഒഴിച്ചേ. എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ചെവി. ഈ മഴ എടാ, ചിലപ്പോ അവനും ക്രിമിനലായിരിക്കൂടാ. ഇതാണ് മോനെ. ബാക്കിലുണ്ടല്ലോ. ഞാനെന്തായാലും ഒന്ന് അർമാദിക്കാൻ പോവാ. നീ കേട്ടോ, ഞാൻ ആലോചിച്ചോളാം. പിന്നെ വല്ല അട്ടയും പിടിക്കാൻ കഴിഞ്ഞൊന്നും പറഞ്ഞേക്കല്ല. ആ നിന്നേ, അതൊക്കെ ഞാൻ നോക്കി പോകാം. ഇതിലൂട്ടേക്ക് മയിരെ 20 കിലോമീറ്റർ ട്രെയിനിങ് ഞാൻ തോക്ക് പിടിച്ചോ. മനുഷ്യനെ വെടി വെച്ചോളൂ ആഗ്രഹം. ഒരു കുഞ്ഞിനെ പോലും ഇതുവരെ കൊല്ലാൻ പറ്റും. ഒരു പോത്തിനടിക്കാവാ. ഒരു എരിമ വാലും പൊക്കി വന്ന് നിപ്പുണ്ട്.
എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുഞ്ഞുകുണ്ണ നീ കുമ്പളങ്ങോടത്തോളെങ്കിലും നീ ആള് ഭയങ്കരടാ. വന്നേ മേടിച്ചോ. നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ, എന്തോരം പണിയാണ് എടുക്കണേ. എടുത്തോ. ശരിക്കും ഇവിടെ ജനുവനായിട്ട് ഹാപ്പി ആ പൈസ കാണിച്ചേ. ഇതിവിടെ കിടന്നേനെ വച്ചയിലും കുടിയുടെയും ആയിട്ട് ഒരു 1000 രൂപ കൂടെ വരാനുണ്ട്. അത് തങ്കം വരുമ്പോൾ മേടിച്ചതായി. വെരി നൈസ്. അവരിതുവരെ ഒന്നുമില്ലല്ലോ. ഇത് വീണ്ടും ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കി അണിഞ്ഞ ഡെഫിനറ്റ്ലി ഏലിയൻസ്. ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി, രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. Unexpected radioactivity, which is a sign of supernatural or aliens, UFO, maybe. നിന്റെ ഒക്കെ മുതലാളില്ലാത്ത അങ്കൻ അവൻ കാണാനല്ലോ. 4-5 ദിവസം കഴിയുമ്പോ വരേണ്ട ആളവൻ. പുള്ളി എവിടെ പെട്ടോ? മറ്റേയാള് കൊണ്ടുപോയോ? രണ്ടെണ്ണം കൂടി എത്താതെ തവണ കോളത്തിൽ പുതുത്താ വരുന്നേ. ഒരു ബീജിയമും ഇല്ല. എന്താണ് റിപ്പിൾ എഫക്റ്റ്? UFO ആണോ? റിയാലിറ്റി ഈസ് മാലിബിൾ. അവര് നമുക്ക് വേണ്ടി എഫക്റ്റ് ചെയ്യുന്നതാണോ അതോ ഇവനും തോന്നുന്നുണ്ടോ? എന്താ എന്താ സംഭവിക്കണേ? ഇങ്ങോട്ടാ നോക്കിയേ. ഇതൊക്കെ ഒരു സിമുലേഷനാണോ? എന്ത് വലിയ കോൺസെപ്റ്റ് ആണല്ലോ ഇത്. ഒന്നും കിട്ടിയില്ലേ? എന്താ പറ്റി? തള്ളി താഴെട്ട് അതെ ഓവറായിക്കണ്ട. ഓ എന്നാലും വെറും ഒരു PC ആയി നിന്റെ ശുപാർശ ഞാൻ ചാറേക്കടൽ എന്നെ തിരിച്ചെടുത്തെന്ന് ഓർക്കുമ്പോഴാ മനസ്സിലായല്ലോ. ഉറപ്പാണോ? ആടാ, അവൻ ഇരിക്കൂറുകാരനാ. അയലോകത്തെ പശുവിനെ തൊഴുത്തി കിടത്താത്തിന് നാട്ടുകാർ തല്ലി പിടിച്ചതാ. എന്നടാ എന്നെ മുഴുവൻ പറയാതെ വിഴുങ്ങുന്നേ? ഇനി DYSP സാറിന് തെറ്റിപ്പോയാണെങ്കിലോ? മയിലാടൻകുട്ടി ചോയി ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറെ കാലമായില്ലേ ഞാൻ ഇങ്ങനെയുള്ളവന്മാരുടെ പുറകടക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവന്റെ മണം ഇവിടെ ഉണ്ട്. എന്തൊക്കെ സൗണ്ട് എഫക്ട്സ്? എത്തിയല്ല ഷാപ്പിലോ? ഷാപ്പിലല്ല, റബ്ബറിന്റെ കുഴികുത്തവണ. എന്താ നിന്റെ പേര്? ഷാജീവൻ. ഷാജീവൻ. തന്നെ മാറ്റി കുടിക്കണ പതിവ്. ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും. ഇത് ഏതാ ഈ പുതിയ 2 മരപ്പട്ടികൾ? കുഴികുത്താൻ
ആ ഗുണ്ണയാ. അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഉള്ളു കഴിഞ്ഞ് മനസ്സിലാക്കും. മനോഹരമായ ആകാശം. ഇതൊക്കെ എവിടെ? ഓക്കെ, നൈസ്. ഇപ്പോഴാണ് സമാധാനം. ഓക്കെ, ഹോൾഡ് റൈറ്റ് ദർ. ഇതൊക്കെ എന്താണോ എന്തോ. കഥ നല്ലതായിരിക്കാം, സ്റ്റോറി അടിപൊളിയാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ചില ഷോർട്സിൽ ബോറടിക്കും. അത് ഇപ്പം ലൈക്ക് ജല്ലിക്കെട്ടിൽ അധികം എനിക്ക് തോന്നിയില്ല, പക്ഷേ ഈമായും ഈ സിനിമയിലും നല്ല സിനിമയാണ്, നല്ല സ്റ്റോറി ആണെങ്കിൽ കൂടിയും പുള്ളിക്കാരനൊരു പ്രത്യേക സ്റ്റൈൽ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്, മനസ്സിലായി. പക്ഷേ ചില ഷോർട്സ് നമുക്ക് എന്താ പറയുക, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ കുറേ നേരം ഒരു ഷോട്ട് കാണിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ അത്ര വലിയൊരു ലൈക്ക് മൈക്രോ അനാലിസിസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കത് ഷോർട്ട് ഭയങ്കര ലോങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണെങ്കിൽ ചെറിയ ബോറടിക്കുന്നുണ്ട്. അതല്ലാതെ എനിക്ക് വേറൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഇതൊരു ഭയങ്കര യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഓഫർ ചെയ്യുന്നത്. ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് എന്താ നടക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏലിയൻ റെഫറൻസസ് കുറേ ഉണ്ട്. ആ പത്രക്കാരൻ ന്യൂസ് വായിക്കുന്ന തൊട്ട് പിന്നെ ആ ഒരു കല്ല് കാണിച്ചത്, അതിലുള്ള റൈറ്റിങ്സൊക്കെ, ആ സിമിലർ റൈറ്റിങ്സൊക്കെ ഞാൻ വേറെ എവിടെയൊക്കെ ഏതോ ഏലിയൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു തീകോളം പോകുന്നത്, പറക്കുന്ന ലൈറ്റ് ഇങ്ങനെ കത്തുന്നത്, ഇതെല്ലാം ഏലിയൻ റെഫറൻസാണ്. പിന്നെ ബാക്കി കിടക്കുന്നവരെ അവരൊരു പോയിന്റ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം എല്ലാം മാറില്ല. ആദ്യം നല്ല മനുഷ്യരായിട്ട് വന്നിട്ട് പിന്നെ സ്വഭാവം മാറുന്നു. പിന്നെ ഇവരെല്ലാം ലൈക്ക് ക്രിമിനൽസൊക്കെയാണ്. പിന്നെ വേറെ ഇടയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്, വീടിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ മെക്കാനിക്കൽ ഡിവൈസോ, ഇതൊക്കെ എന്താ അത്? ആദ്യം ഒരു മാടൻ്റെ കഥ പറയുന്നുണ്ട്, അതും ഇത് മനസ്സിലാവണില്ല. ഒരു അമ്മൂമ്മ വെറുതെ വെട്ടാൻ വേണ്ടി ഓടിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്കൊന്നും കണക്റ്റ് ആവണല്ലോ ഇതുവരെയും. പക്ഷേ മേ ബി അടുത്ത പാർട്ടിൽ കിട്ടുമായിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ചാടിക്കടിക്കണില്ല, അപ്പം തോക്കിൻ്റെ മേലെ കയറി വെടിവെക്കണില്ല. അപ്പോൾ നമുക്ക് എൻ്റെ ചെവിയൊക്കെ അടിച്ചു പോയി തെറി കേട്ടിട്ട്. ഞാൻ അധികം യൂസ്ഡ് അല്ല. കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ, കോളേജിലാകുമ്പോഴും കുറയുമല്ലോ, നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കുമല്ലോ. ഇതൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ കേൾക്കണ കുറച്ച് നാളായിരുന്നു. സിനിമയിലൊക്കെ കേൾക്കാറുള്ളൂ, അതും ഇത്ര അടുപ്പിച്ച് കേട്ടത് പോയി. എന്തായാലും ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. അപ്പോൾ കൊള്ളാം. പാർട്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ എന്നുവെച്ചാൽ നല്ല സിനിമ, ഇതിൻ്റെതായ രീതിയിൽ നല്ല സിനിമ. പിന്നെ ഭയങ്കര വെറൈറ്റികൾ നമ്മൾ ഇഷ്ടപ്പെടണം. ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്, യൂണിക് പെർസ്പെക്റ്റീവ്. If you want to watch the rest of the reaction, you can stick around on this channel. I'll put the reaction very soon on this channel. Any other movies or trailers that you want me to react to, let me know in the comment section below. നമ്മൾ വാൾ 2 മെയ് 8 വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അതപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം OTT-യിൽ. So as soon as it is OTT release, we'll react to that. So that'll be it for this video. Until I see you guys next video, good night and goodbye.